ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഞാനും കുറേ നാളായിട്ടോ നിങ്ങളോടൊക്കെ സംസാരിക്കാതെ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. കാരണം വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഞാനൊരു 2 ആഴ്ചത്തോളം എൻ്റെ ഉമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ പോയിട്ട്. ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ക്ലീനിങ്ങും ഫ്രിഡ്ജൊക്കെ ക്ലീനിങ് ആക്കിയിട്ട് ഡീപ്പ് ക്ലീനിങ് ആക്കിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. ഇനി സബ്സ്ക്രൈബ് ആക്കാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതിലുണ്ടായിരുന്ന അതിലുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ കളഞ്ഞിട്ട് പുതുതായിട്ട് എല്ലാം എടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നതില്ല, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, മേത്തി ലീവ്സ് ഉണ്ട്, പിന്നെ പാലക്ക് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കാം. ഇതെല്ലാം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഒന്നും ഞാൻ ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ ഈ വേരിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൽ നിന്നിട്ട് പഴുത്ത ഇലയൊക്കെ എടുത്തിട്ട് അതിൽ പിന്നെ നനവുള്ള ഭാഗത്തു നിന്നൊക്കെ കട്ടാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് എല്ലാം ഇങ്ങനെ ഒരു ടിന്നിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഇതിലേക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ബോക്സിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിനയില, മല്ലിച്ചപ്പ് ഇതൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ 2-3 അന്തരായിട്ട് സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. ഇതെല്ലാത്തിൻ്റെയും ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ടൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഉമ്മയുടെ വീട്ടിലൊക്കെ ഉമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് ഉമ്മ ഇങ്ങനെ ഒരുപാടിങ്ങനെ ചപ്പുകളൊക്കെ ഇങ്ങനെ കൊണ്ടു വന്നിട്ടില്ല. അതിങ്ങനെ ഒരു ടിന്നിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് ഇത് കുറേ സമയം ഇങ്ങനെ കാണാറുണ്ട് ഒരിക്കൽ കൊണ്ടുവന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടൊന്നും വെക്കാറില്ല. പക്ഷെ ഇപ്പം എന്തോ എനിക്കിങ്ങനെ തോന്നി, ഉമ്മയുടെ കൂടെ 2 ആഴ്ച ഇരുന്നതിൻ്റെ പലാന്തോ തോന്നുന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ തോന്നിയതുകൊണ്ട് ഞാനും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല രസമാണ് എനിക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ കാണാനും നല്ല രസമാണ്. അവരെ പോലെ ഞാനും ചെയ്യണമെന്ന് വിചാരിക്കുന്നല്ലാതെ കണ്ട് മടി കൊണ്ട് ഞാനതൊന്നും ചെയ്യാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ എനിക്ക് തോന്നി. അപ്പോൾ ഇതെല്ലാവർക്കും കാണിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റാണ്. പിന്നെ ഇതില്ലേ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കേട്ടോ. ഇത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വേരിലില്ലേ ഇങ്ങനെ ആ വേരോട് കൂടി തന്നെ ഞാൻ വെച്ച് കൊടുത്തത്. ഇതിനിങ്ങനെ കട്ടാക്കിയിട്ട് വെക്കണോ എന്തോന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് വെച്ച് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കിയിട്ട് പറഞ്ഞു തരണേ. ഇനി ഇത് കുറച്ച് പാസ്ല എടുത്തിട്ടുണ്ട്. അതും കൂടി ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടിഷ്യൂ പേപ്പറില്ലേ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ 2 ആയിട്ട് അങ്ങനെ തന്നെ മടക്കി വെച്ച് കൊടുത്തതാണ്. പിന്നെ തോന്നി എനിക്ക് വേണ്ട, എന്തിനാണ് വെറുതെ കളയുന്നത്, കുറച്ച് നമുക്ക് ഇങ്ങനെ കട്ടാക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് കട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് തോന്നി. ഇനിയിപ്പോൾ അറിയില്ല ഇനിയിപ്പോൾ ഇത് എന്തായി തീരുമെന്നിട്ട് ഞാനങ്ങനെ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം, മൊത്തത്തിലങ്ങ് ക്ലീൻ ആക്കാം. എന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതുവരെ ഞാൻ എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ. ഇനിയിപ്പോൾ ആ ടിന്നിലൊക്കെ ഇട്ട് വെക്കാനുള്ളതിനൊക്കെ ടിന്നിലിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇങ്ങനെ പരന്ന ഒരു ടിന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പരിപ്പും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനൊരു ടിന്നിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ അവർക്കൊരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ചാനലൊന്ന് എടുത്തുന്നേ ഉള്ളൂ. എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അധികം ഒന്നും അറിയില്ല കേട്ടോ. ഇതിനൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ കുറച്ച് മസാല ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില്ലേ ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ കുക്കിങ്ങൊക്കെ ആക്കുമ്പോൾ
സോൾട്ട് ഇട്ടാലും ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞ് അത് കുറച്ചും കൂടി ഇടാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും എടുത്തതാണ്. പക്ഷേ തൈറോയിഡിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് മസാലപ്പൊടികളാണ്. ഇതൊക്കെ ഞാനില്ല എടുത്തിട്ട് എല്ലാം വേറെ വേറെ ഇങ്ങനെ ടിന്നിലാക്കിയിട്ട് വെച്ച് കൊടുക്കാറില്ല. ഞാനിങ്ങനെ പാക്കറ്റ് ഇട്ടിട്ട് ഒരേ ടിന്നിലെല്ലാം ഇട്ട് വെച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ ചിലതിൻ്റെ ഈ സ്റ്റിക്ക്, കറുവപ്പട്ട ഇതൊക്കെ എന്തായാലും നമുക്ക് എല്ലാം ഒരേ ടിന്നിൽ എടുക്കാൻ കിട്ടുന്നതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പം ഞാനെല്ലാം പൊട്ടിച്ചിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോരോ സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ് പതിവ്. എനിക്കതാ ഈസി ആയിട്ട് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ യൂസ് ആക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും അങ്ങോട്ട് എടുത്തിട്ടില്ല. എനിക്ക് ആവശ്യമുള്ളതായിട്ട് മാത്രമേ തോന്നിയതിനൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രിഡ്ജിലുള്ളതൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങ് കളഞ്ഞിട്ട് ഒക്കെ ഒന്ന് തോർത്തി ക്ലീനാക്കിയിട്ട് അങ്ങനെ ഡീപ്പ് ക്ലീനാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടാണ് ഉള്ളത്. പിന്നെ കെച്ചപ്പിൽ എന്തായാലും കുറച്ച് ആവശ്യം കൂടുതലേ എൻ്റെ അടുത്ത് കുട്ടികളുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു കുറച്ചധികം തന്നെ കെച്ചപ്പൊക്കെ മേടിക്കാറുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ സെറ്റപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും അത് കണ്ടാൽ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാതെ കുട്ടികൾ കിടന്നുറങ്ങൂല. അതുകൊണ്ട് ഞാനതൊന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഈസിയല്ല, അതൊരു 5 മിനിറ്റ്സ് മാത്രം മതി. എന്നിട്ട് ഇതാ തീ ഓഫാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തുറന്നത്. എന്നാലും അത് പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല രസമാണ് ഇത് കഴിക്കാനും. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പോപ്കോണാണ്. ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി കൊടുക്കാം. എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് കഴിക്കാം. പിന്നെ ഇതാ മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ കൂടി മുറിച്ച് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഇവിടെ മരത്തിൽ തന്നെ ആയതായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നു. അപ്പോൾ അതെല്ലാം പഴുത്തിട്ടില്ല. എന്നാലും പഴുത്തതിനൊക്കെ ഞങ്ങളിങ്ങനെ മുറിച്ച് കഴിക്കുക. പിന്നെ ഇപ്പം എന്തായാലും കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ലീവല്ലേ, എന്തായാലും വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ സാമാനുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ എത്ര കഴിച്ചാലും വയറൊന്നും നിറയില്ല. മനസ്സിന് എന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങ, നല്ല മധുര. ഇതും കൂടി കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയത്. ഇനി പിറ്റേ കാലത്തെ വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വേണ്ട അതും കൂടി ഇതിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-11 മണി നേരമാകുമ്പോൾ ഞാൻ പുതിന ഇല കൊണ്ടുവന്നിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും പുതിന ഇലയും മാത്രം ഇട്ടിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതാണ്. അത് നല്ലോണം കട്ടിയായിപ്പോയി. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറ്റി എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ലെമൺ സ്ക്വീസ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ലെമൺ, ഒരു മീഡിയം സൈസിലുള്ള 2 ലെമൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാര പാകത്തിനുണ്ട്, അതുകൊണ്ട് ആദ്യം ഞാൻ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പകുതിയോളം സോഡയും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ദാഹത്തിന് അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇത്. നല്ല റിലാക്സ് ഫീൽ ആവുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ്. എന്തായാലും കഴിച്ചിട്ട് നോക്കാം നിങ്ങൾ. ഇത് എല്ലായിടത്തും ഇപ്പോൾ കിട്ടാവുന്നതാണ്. എന്ത് ഡ്രിങ്കിനും ഇപ്പോൾ സോഡ ഒഴിച്ച് കുടിക്കാറാണ് എല്ലാവർക്കും ഉള്ള പതിവ്. അങ്ങനെയാണ് ഞാൻ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് തവണ ഇത് ഷോർട്സൊക്കെ ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ കുട്ടികൾ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നില്ലായിരുന്നു. പുതിനയുടെ പച്ചമണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ നമുക്ക് ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസ് ഇല്ലേ, അതുപോലത്തെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തട്ടുകടയിൽ ഞാൻ കഴിച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഗീ റൈസാണ്. ഗീ റൈസേ വേണമെന്നില്ല, ബാസ്മതി റൈസ് ഇളക്കിയിട്ട് വേറെ ഏത് പച്ചരി ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ വാർത്തെടുക്കുക കേട്ടോ. ഒരു 50% കുക്കാവുമ്പോഴത്തേക്ക് തന്നെ വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കുക. ആ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കറുവപ്പട്ട അങ്ങനത്തെ എന്തെങ്കിലും
ഗരം മസാല ഐറ്റം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 50% കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് വാർത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു പരന്ന പാത്രത്തിലിട്ടിട്ട് അതൊന്ന് തണുക്കാനും മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ടില്ലേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ ഇല്ലേ വലിയൊരു ചീനച്ചട്ടി അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റണം. അതുപോലത്തെ പാത്രത്തിലെടുക്കുമ്പോഴാണ് ഫ്രൈഡ് റൈസ് കറക്റ്റ് ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടാവുന്ന എല്ലാ ഒരു വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ല അതൊരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ഹാഫ് കുക്കാവേണ്ട, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിയാൽ മതി ഫ്രൈഡ് റൈസിലെപ്പോഴും. മാത്രം എല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതിലിപ്പോൾ ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ സോസോ ചില്ലി സോസോ അങ്ങനത്തെ എന്തെങ്കിലും സോസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനില്ലേ കുറച്ച് പനീറും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് കുറച്ച് ചോറിട്ടിട്ടില്ലേ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ചോറിടുമ്പോൾ തീ നല്ലോണം ലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. പക്ഷേ വെജിറ്റബിൾസൊക്കെ ഇട്ടപ്പോൾ ഇല്ലേ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫാക്കിയിട്ട് വേണം മല്ലിച്ചപ്പ് പാസ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ. പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കാം. തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇങ്ങനെ ചോറിട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള അരിയില്ലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടിയോളും കേട്ടോ. കറക്റ്റ് അളവിൽ പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് തട്ടുകടയിൽ അവർ ഉണ്ടാക്കുന്നത്. പാത്രം വലുതായിട്ട് വേണം കേട്ടോ. എന്നിട്ടിത് ചൂടോടെ ഇങ്ങനെ ഇളക്കി മറിക്കാൻ കഴിയണം. അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസ് അടിപൊളി ടേസ്റ്റ് അല്ലേ. എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാറുള്ള ഒരാളാണ്. അപ്പം ഞാൻ അധികം ശ്രദ്ധിക്കാറുണ്ട് അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനിതൊന്നും അറിഞ്ഞത്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതില്ല അവർ ഈ ഫ്രൈഡ് റൈസ് നമുക്ക് തന്നത് പിക്കിളിൻ്റെ കൂടെയാണ് കേട്ടോ. ഉപ്പേരി നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ കൂടെയാണ്. അപ്പം ഞാനും എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ കൂടെ ഈ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിക്കാൻ പോവുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനും കൂടിയാണ്. എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.